നമ്മുടെ ദൈവത്തിൻ്റെ കൈ തളർന്നു പോയ കൈയല്ല, നിഷ്ക്രിയമായിരിക്കുന്ന കൈയുമല്ല, കുറുകിപ്പോയിട്ടുള്ള കൈയുമല്ല. പകരം നമ്മെ പിടിച്ചുയർത്തുന്ന കൈയാണ്. 18-ാം സങ്കീർത്തനം 16-ാം വാക്യം, അവൻ ഉയരത്തിൽ നിന്ന് കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ഈ കൈയാണ് വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന പത്രോസിനെ പിടിച്ചത്. ഈ കൈയാണ് ദാവീദിനെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കയറ്റിയെടുത്തത്. ഈ കൈയാണ് കുഷ്ഠരോഗിയെ തൊട്ട് ശുദ്ധമാക എന്ന് പറഞ്ഞ് സൗഖ്യമാക്കിയത്. ഈ കൈയാണ് 5 അപ്പവും 2 മീനും എടുത്തു വാഴ്ത്തി അനുഗ്രഹിച്ച് 10,000 പോഷിപ്പിച്ചത്. ഈ കൈ തന്നെയാണ് നമ്മയെയും രക്ഷിച്ചതും വിടിവിച്ചതും സൗഖ്യമാക്കിയതും താഴ്ചയിൽ നിന്നും ഉയർത്തിയതും. ഈ ദൈവത്തിൻ്റെ കൈക്കീഴിൽ താണിരിക്കുന്നവർക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. നാം ആരും പുറത്തേക്ക് കയറി വരുന്നത് വരെ ദൈവം കാത്തിരിക്കുന്നില്ല. നാം വളരെ ദുർബലരായിത്തീരുമ്പോഴോ വളരെ ക്ഷീണിതരാകുമ്പോഴോ അനങ്ങാൻ കഴിയാത്ത വിധം മുറിവേറ്റിരിക്കുമ്പോഴോ നമ്മെ ഉയർത്താൻ നമ്മുടെ ദൈവം തൻ്റെ കരം താഴേക്ക് നീട്ടുന്നു. നാം വിശ്വാസത്തോടെ അവിടുത്തെ കരമൊന്ന് പിടിച്ചാൽ മാത്രം മതിയാകും അവിടുന്ന് നമ്മെ ഉയർത്തിയെടുക്കാൻ. ദൈവം നമ്മെ പിടിച്ചുയർത്തുമ്പോൾ പൂർവസ്ഥിതിയേക്കാൾ മെച്ചപ്പെട്ട ഒരിടത്തായിരിക്കും എത്തിക്കുക എന്നതത്ര ഏറ്റവും വലിയ പ്രത്യേകത. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകിയില്ല എന്നതുകൊണ്ട് അവിടുന്ന് നമ്മെ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. പകരം ദൈവം നമുക്കായി ഇതിലും മികച്ചത് കരുതി വച്ചിട്ടുണ്ട്. നാം കാത്തിരുന്ന വർഷങ്ങളും മാസങ്ങളും ഒരിക്കലും വെറുതെയാകില്ല. തിരുവചനം പറയുന്നു, യെശയ്യാവിൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളതറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതുകൊണ്ട് റിമെമ്പർ ദാറ്റ് God will never take something away from us without the intention of replacing it with something much better. വളരെ മികച്ച എന്തെങ്കിലും പകരം വയ്ക്കണമെന്ന ഉദ്ദേശ്യത്തോടെയല്ലാതെ ദൈവം നമ്മിൽ നിന്നും ഒന്നും എടുക്കില്ലെന്ന് ഓർമ്മിക്കുക. നമുക്ക് തുടർന്നും കാത്തിരിക്കാം. ഉയരത്തിൽ നിന്ന് തൻ്റെ കൈ നീട്ടി നമ്മെ പിടിച്ചുയർത്താൻ. Have a blessed day.